ഡൽഹിയിലെ യുവാവിന്റെ ആമാശയത്തിൽ നിന്ന് 39 നാണയത്തൊട്ടുകളും 37 കാന്തങ്ങളും നീക്കം ചെയ്തു. 26 വയസ്സുള്ള യുവാവാണ് നാണയത്തൊട്ടുകളും കാന്തവും വിഴുങ്ങിയത്. ശരീരത്തിലേക്ക് സിങ്ക് എത്തുമെന്ന് കരുതിയാണ് യുവാവ് ഇവയൊക്കെ വിഴുങ്ങിയത്. രാഹുൽ ജി നാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ. രാഹുലെ, നമ്മൾ ഈ മുടി വിഴുങ്ങിയ സംഭവമൊക്കെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുൻപ് കണ്ടിരുന്നു. ആമാശയത്തിൽ നിന്നും ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി ഇങ്ങനെ മുടിയൊക്കെ പുറത്തേക്ക് എടുത്തത്. ഇതിപ്പോൾ നാണയമാണ്. സിങ്ക് കിട്ടും എന്നതുകൊണ്ട് നാണയം കഴിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത്? എന്തിനായിരിക്കും അങ്ങനെ ഈ 26-കാരൻ ചെയ്തത്? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചെറിയ കീഹോൾ സർജറിയിലൂടെയൊന്നും ഈ പറയുന്ന 39 നാണയത്തൊട്ടുകളും ഈ പറയുന്ന കാന്തങ്ങളൊന്നും പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വളരെ വിചിത്രമായ ഒരു സംഭവമായി തോന്നി. അപ്പോൾ ഈ കാരണത്തിലേക്ക് കടന്നപ്പോഴാണ്, നോക്കൂ, 26 വയസ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ പ്രായമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതികളുണ്ട്, കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന മാനദണ്ഡങ്ങളുണ്ട്. പുതിയ ലോകമാണല്ലോ. അപ്പം ആലോചിച്ചപ്പോൾ 26 വയസ്സുകാരൻ ഒരു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു, നിരന്തരം ഛർദ്ദിക്കുന്നു, വയറുവേദന എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം, അദ്ദേഹത്തിൻ്റെ വയർ എക്സ്റേ എടുക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാരണം ഈ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സിങ്കിൻ്റെ മൂലകം നല്ലതാണ്, അല്ലെങ്കിൽ സിങ്ക് അംശം നല്ലതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് അവസാനം ഇത് ഈ പറഞ്ഞതുപോലെ ആരോഗ്യം പ്രശ്നമായാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത്, ശാസ്ത്രം ഇത്രമാത്രം വളർന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രശ്നമാണ്. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തണം. രണ്ടാമത്, ചില മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ മാനസിക പ്രശ്നത്തിന് വേണ്ട ചികിത്സയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ പറയുന്ന പോലെ ശാസ്ത്രാവബോധം എത്രമാത്രം വലുതാണെന്നും അത് ആരോഗ്യപരമായും ഇപ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഈ പറയുന്ന ശാസ്ത്രാവബോധം എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ, ഇത് ശാസ്ത്ര അവബോധത്തിന്റെ ഒരു പ്രശ്നമല്ല. ശാസ്ത്ര അവബോധം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ 26-കാരൻ സിങ്ക് ഉള്ളിൽ ചെന്നാൽ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ശാസ്ത്രീയമായി ചിന്തിച്ചത്. പക്ഷേ ആ ശാസ്ത്രം തന്നെ അശാസ്ത്രീയമായി പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലേ? അപ്പോൾ ഒരുപക്ഷെ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ രാഹുലേ? ഇത് ഈ മുറിവൈദ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയില്ല. ഈ നമുക്ക് എല്ലാത്തിനെയും കുറിച്ച് പൂർണ്ണമായ അറിവില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഇപ്പോൾ സിങ്ക് ശരീരത്തിൽ എത്തിയാൽ ഇത് നന്നാകുമെന്ന് അറിവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. സിങ്ക് എങ്ങനെ എത്തണം, കഴിക്കേണ്ട ആഹാരങ്ങൾ എന്താണെന്നുള്ള അറിവ് പൂർണ്ണമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഈ പറഞ്ഞതുപോലെ ശാസ്ത്രാവബോധത്തിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ആറ്റവും മൂലയും അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ മോദി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി. കാരണം 39 നാണയത്തൊട്ടുകളൊക്കെ വിഴുങ്ങണമെങ്കിൽ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. അപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അതിനും പരിഹാരം കണ്ടെത്തണം. മാനസികാരോഗ്യം ഏറ്റവും പ്രധാനമാണെന്നും അതിന് ചികിത്സ തേടണമെന്നൊക്കെയുള്ള അവബോധവും കൂടി ചുറ്റുപാടും ഉണ്ടാകണം മോദി.